ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നേ. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് ചക്ക കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ചക്ക ഇടാമെന്ന് വെച്ചു. അങ്ങനെ ചക്ക ഇട്ടിട്ട് മുറിച്ച് നോക്കിയപ്പോഴേ ചക്ക ഒട്ടും പാകമായില്ല. എന്നാലും ഇഷ്ടമായതുകൊണ്ട് അതിനെയൊക്കെ റെഡിയാക്കി കുക്കറിൽ വെച്ച് ഒരു 7-8 വിസിൽ കേട്ടിട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് അരപ്പൊക്കെ റെഡിയാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തേ. ഇവിടെ ചക്ക വയ്ക്കുമ്പോൾ എപ്പോഴും നല്ല ലൂസായിട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഞാൻ എത്ര ലൂസായിട്ട് വെച്ചാലും നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴേ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ അരപ്പൊഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇളക്കാൻ തുടങ്ങി. എനിക്ക് ഇളക്കിയെടുക്കുന്ന കാര്യമാണ് ഭയങ്കര പ്രയാസം. അപ്പോൾ എന്തായാലും ചക്ക ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ. ഈ സീസണിൽ ഞാൻ ഇഷ്ടം പോലെ ദിവസം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഫേവറേറ്റ് കറിയാണ് മാമ്പഴപ്പുളിശ്ശേരി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. ഞങ്ങൾ മുളക് പൊടി ചേർക്കാറില്ല മാമ്പഴപ്പുളിശ്ശേരിക്ക്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ശർക്കരപ്പാനി ചേർക്കാറുണ്ട് ഒരല്പം, 1-2 സ്പൂണ്. പിന്നെ തൈരുണ്ടെങ്കിൽ തൈരും ചേർക്കാറുണ്ട്. അങ്ങനെയാണ് മാമ്പഴപ്പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം മാമ്പഴപ്പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് ചിക്കൻ കറിയാണ്. അപ്പം ചിക്കൻ കറി ഇന്ന് കുറച്ച് ഗ്രേവിയൊക്കെ കൂട്ടിയാണ് വെച്ചിട്ടുള്ളത്, ചക്കയുള്ളതില്ലേ അതുകൊണ്ട്. അപ്പം ചെറിയ ഉള്ളി വഴറ്റണ എന്തിനാണെന്നോ, ലാസ്റ്റിൽ ചെറിയ ഉള്ളി വഴറ്റിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പം നമ്മൾ കറി കഴിക്കുമ്പോഴത്തേക്ക് ഈ ഉള്ളി കടിക്കാൻ കിട്ടും. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ക്യാരറ്റ് തോരനാണ്. ക്യാരറ്റ് തോരനും കൂടെ റെഡി ആയാൽ നമ്മുടെ ഉച്ചയൂണൂടെ റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചോറൊക്കെ എടുക്കട്ടെ. ചോറ്, മാമ്പഴപ്പുളിശ്ശേരി, ചക്ക, ചിക്കൻ കറി, ക്യാരറ്റ് തോരൻ. അപ്പം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ.